ഹലോ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ മാരത്തോൺ MCQ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. ഇതിൽ പാർട്ട് 1ലേക്ക് നമുക്ക് പോകാം. എൻ്റെ പേര് ഷിജു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സൈൻഡ് ബൈനറി നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു -13? -13 ഏത് സൈൻഡ് ബൈനറി നമ്പറാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഉത്തരം നോക്കാം. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൈൻഡ് നമ്പർ ആയതുകൊണ്ട് തന്നെ ഇത് MSB ഉണ്ടല്ലോ, MSB സൈൻ ബിറ്റിനെ ആയിരിക്കും കറസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് 1 ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ ആണെന്നും 0 ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ ആണെന്നുമാണ് അർത്ഥം. അപ്പോൾ 1 ഉള്ള ഉത്തരങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 ഉള്ളതെന്ന് പറയുമ്പോൾ ACD. ഇനി നോക്കിയേ, 13 എന്ന് പറഞ്ഞാൽ എന്താണ്? 1101 ആണ്. അപ്പോൾ 1101 വരുന്ന 1 MSB ആയിട്ടുള്ള ആൻസർ ഏതാണ്? C ആണ് കേട്ടോ. അപ്പോൾ ഉത്തരം എന്താണ്? C ആണ് ഉത്തരം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം നോക്കാം. The 2's complement representation of -17 is -17 എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? 2's complement മെത്തേഡിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 17ന്റെ ബൈനറി നോക്കാം. 17ന്റെ ബൈനറി എന്താണ്? 10001. ഇത് എങ്ങനെയാണ് കിട്ടുന്നത്? 15ന്റെ ബൈനറി എന്താണ്? 1111 അല്ലെ? 16 എന്ന് പറയുമ്പോൾ 1 followed by 4 zeros ആണ്. 15 കഴിഞ്ഞ അടുത്ത നമ്പർ 16 അല്ലേ? അത് കഴിഞ്ഞ് 17 എന്ന് പറയുമ്പോൾ 1 followed by 3 zeros and 1. ഓക്കെ, അപ്പോൾ ഇതാണ് 17. അപ്പോൾ 5 ബിറ്റ് വേണം 17നെ റെപ്രസെന്റ് ചെയ്യാമെന്ന് മനസ്സിലായിട്ടോ നമുക്ക് ബൈനറിയിൽ. ഇനി 5 ബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് 2's കോംപ്ലിമെന്റിൽ എത്ര റേഞ്ച് ഓഫ് നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റേഞ്ച് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. 2's കോംപ്ലിമെന്റ് ഉപയോഗിച്ച് -2n-1 മുതൽ +2n-1 -1 വരെയാണ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. അതായത് 5 ബിറ്റും കൊണ്ട് എത്ര പറ്റും? -2^5-1, അതായത് -2^4 എന്ന് വെച്ചാൽ -16 മുതൽ +2^5-1 എന്ന് വെച്ചാൽ 16 +16 -1 +15 വരെയാണ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ -17 ഇതിൽ റേഞ്ചിൽ വരുന്നില്ല അല്ലേ? -16 to +15 എന്ന് പറയുമ്പോൾ -17 ഈ റേഞ്ചിൽ വരുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബിറ്റും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. ആ ബിറ്റ് 0 നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും MSBയിൽ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ 2's കോംപ്ലിമെന്റ് എടുക്കും. 2's കോംപ്ലിമെന്റ് എങ്ങനെ എടുക്കുക? 17ന്റെ 2's കോംപ്ലിമെന്റ് എങ്ങനെ എടുക്കുക? 1's കോംപ്ലിമെന്റ് എടുക്കുക ആദ്യം. അപ്പോൾ ചുമ്മാ 0 1 ആയി മാറും, 1 0 ആയി മാറും, ഈ 0 1, ഈ 0 1 ആവും, ഈ 0 1 ആവും, ഈ 1 0 ആവും. എന്നിട്ട് അതിൻ്റെ കൂടെ +1 ആഡ് ചെയ്താൽ എന്തായി? അത് 2's കോംപ്ലിമെന്റ് ആയി. അപ്പോൾ 0 + 1 1 ആണ്. ബാക്കിയെല്ലാം അതുപോലെ അങ്ങ് എഴുതുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഉത്തരം? 10 പിന്നെ 4 1, 10 4 1, B ആണ് ഉത്തരം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, what device will perform conversion of 4-bit BCD code to 7-segment code required to drive a LED readout? ഓക്കെ, അപ്പോൾ ഏത് ഡിവൈസ് ആണ് കൺവേർഷൻ ഓഫ് 4-ബിറ്റ് BCDനെ 7-സെഗ്മെന്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഡീകോഡർ BCD ടു ഡെസിമൽ ആണോ? അതെ കേട്ടോ. ഫുൾ ആഡർ അല്ല, സബ്ട്രാക്ടർ അല്ല, ഡിമക്സ് അല്ല കേട്ടോ. അപ്പോൾ ഉത്തരം എന്താണ്? A ആണ്. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ഇൻപുട്ട് വരിക, എങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക എന്ന് നോക്കുക. 4-ബിറ്റ് BCD കോഡിനല്ലേ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 4 ബിറ്റ് ആണ് ഇൻപുട്ട് വരിക. ഓക്കെ, എത്ര ഔട്ട്പുട്ട് വരും? 7-സെഗ്മെന്റ് കോഡിലേക്കല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ 7 ഔട്ട്പുട്ട് വരും. 1 2 3 4 5 6 7. എന്നിട്ട് ഇത് ഒരു 7-സെഗ്മെന്റ് കോഡിലേക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൊടുക്കുക. ഇതാണ് അപ്പോൾ ഒരു എന്താണ് ഇത്? BCD കോഡിൽ നിന്ന് BCD ടു 7-സെഗ്മെന്റ് കൺവേർട്ടർ, അതായത് BCD ടു ഡെസിമൽ കൺവേർട്ടർ ആണ് ഇവിടെ ഉപയോഗിക്കുക. മനസ്സിലായല്ലോ അല്ലേ? അടുത്ത ചോദ്യം, അപ്പോൾ 4 ഇൻപുട്ട് ലൈൻസും 7 ഔട്ട്പുട്ട് ലൈൻസും ഉള്ള ഒരു ഇതാണ് സർക്യൂട്ടാണ് നമ്മളവിടെ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, when binary adder is used as BCD adder, the sum is binary adder BCD adder ആയിട്ട് ഉപയോഗിക്കുമ്പോൾ sum is correct when it is less than 9. ശരിയാണ് കേട്ടോ. കാരണം എന്താ? BCD ആഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? BCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് BCD ഉപയോഗിച്ചിട്ടാണ്. അതായത് 0000, 0001, 0010, 0011, 0100, 0101, 0110, 0111, പിന്നെ 1000, 1001. അതായത് 0 മുതൽ 9 വരെ. അത് കഴിഞ്ഞ അടുത്ത നമ്പർ എന്താണെന്നറിയോ? 0001, അതായത് 1
0 0 0 0 0 1 0 എന്ന് പറയുമ്പോൾ എന്താണ് 10. ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഒരു ഡിജിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന 4 ബിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ 9ന് മുകളിൽ ഔട്ട്പുട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടെ സംഭവിക്കുക? കണ്ടോ, ബൈനറിയിൽ 1001 കഴിഞ്ഞിട്ട് 1010 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് BCDയിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു നമ്പറാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആവില്ല. അപ്പം നമ്മൾ അതിനെ ഒരു കറക്ഷൻ സർക്യൂട്ടും കൂടെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് BCD ആഡർ കൊടുക്കുക. അപ്പോൾ സം ഇസ് കറക്റ്റ് ഓൺലി വെൻ ഇറ്റ് ഇസ് ലെസ് ദാൻ 9. ഗ്രേറ്റർ ദാൻ 9 ആയി ശരിയാവത്തില്ല, ലെസ് ദാൻ 16 ആയാലും ശരിയാവൂല. നൺ ഓഫ് ദീസും അല്ല. ഓക്കെ, ഉത്തരം എന്താണ്? കറക്റ്റ് ഓൺലി വെൻ ഇറ്റ് ഇസ് ലെസ് ദാൻ 9. A ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, the gray code of 1001 binary is ഈ 2 എന്ന് കൊടുത്തിട്ടുള്ളത് എന്താണ്? ബൈനറിയിലാണ് ഇത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് 2 എന്ന് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ ഗ്രേ കോഡ് കൺവേർഷൻ നടത്തുക? ഗ്രേ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നറിയോ? 1001 എഴുതി, എന്നിട്ട് 1001 എഴുതിയില്ലേ, എന്നിട്ട് 1 അതുപോലെ തന്നെ എഴുതുക. 1ഉം 0ഉം കൂടെ എക്സോർ ചെയ്തിട്ട് വീണ്ടും ഒരു 1 എഴുതുക. 0ഉം 0ഉം കൂടെ എക്സോർ ചെയ്തു, എന്നിട്ട് എന്തെഴുതും? 0 XOR 0 0 ആണ്. അത് കഴിഞ്ഞിട്ട് 0ഉം 1ഉം കൂടെ എക്സോർ ചെയ്തു, അപ്പോൾ എന്ത് വരും? 1 വരും. ഓക്കെ, അപ്പോൾ 1 1 0 1 ആണ് ഉത്തരം. A ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം, the dual form of A plus B is, dual form എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഒക്കെ ഓറായി മാറുകയും ഓർ ഒക്കെ ആൻഡ് ആയി മാറുകയും പിന്നെ 0 ഒക്കെ 1 ആവും 1 ഒക്കെ 0 ആവുകയാണ് ചെയ്യുക ഡുവലിൽ. ഓക്കെ, A ആയിട്ട് തന്നെ നിലനിൽക്കും, A ബാർ ആയിട്ട് തന്നെ നിലനിൽക്കും. ഓക്കെ, A ബാർ ആവും, A തന്നെയാവും. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ A plus B എന്താവും എന്ന് നമുക്ക് നോക്കാം. A plus B എന്ന് പറയുന്നത് A ആയിട്ട് തന്നെ നിൽക്കും, പ്ലസ് എന്നുള്ളത് ഇൻറ്റു ആവും, B എന്നുള്ളത് B ആയിട്ടും നിൽക്കും. ഓക്കെ, പ്ലസ് എന്ന് പറഞ്ഞാൽ അത് ഓറാണ്, ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻഡ് ആണ്. ഓക്കെ, അപ്പോൾ A ആൻഡ് B ആയിട്ട് മാറും, A ഇൻറ്റു B ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ B ആണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, the minimum number of NAND gates required to implement A plus A B bar plus A B bar C is equal to 0, 1, 4 or 7. ഇത് നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? ഇത് ആദ്യം തന്നെ മിനിമം നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഈ എക്സ്പ്രഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. ഇതിനെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? A പുറത്തേക്ക് എടുക്കുക. A പുറത്തേക്ക് എടുക്കുമ്പോൾ A ഇൻറ്റു 1 പ്ലസ് B ബാർ C എന്ന് വരും. 1 പ്ലസ് ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ 1 പ്ലസ് എന്ത് വന്നു കഴിഞ്ഞാൽ എന്താ വരിക? 1 തന്നെയാണ് വരിക. അപ്പോൾ A ഇൻറ്റു 1 എന്ന് വരും. അതെന്ന് വെച്ചാൽ A തന്നെയാണ്. അപ്പോൾ A മാത്രം റെപ്രസെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എത്ര നാൻഡ് ഗേറ്റ് വേണം? നാൻഡ് ഗേറ്റേ വേണ്ട. ഓക്കെ, A ഇൻപുട്ടായിട്ട് തന്നിട്ടുണ്ട്, അത് തന്നെയാണ് ഔട്ട്പുട്ടും. അപ്പോൾ അവിടെ ഒരു സർക്യൂട്ടിൻ്റെ ആവശ്യം പോലും ഇല്ല, ഒരു നാൻഡ് ഗേറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആൻസർ എന്താണ്? 0 ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് ഫംഗ്ഷൻ ഓഫ് 4 വേരിയബിൾസ്. ഓക്കെ, f of ABCD equal to sigma 1 2 6 7 8 9 10 11 12 13. ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് 1 വേരിയബിൾ ആണോ, ഇൻഡിപെൻഡന്റ് ഓഫ് 2 വേരിയബിൾ ആണോ, ഇൻഡിപെൻഡന്റ് ഓഫ് 3 വേരിയബിൾ ആണോ, അതോ ഡിപ്പെൻഡന്റ് ഓൺ ഓൾ വേരിയബിൾസ് ആണോ എന്നാണ് ചോദ്യം. ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് K മാപ്പ് വരച്ച് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ തന്നെ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ പറ്റുക. ഇതിന് K മാപ്പ് വരച്ച് സിംപ്ലിഫൈ ചെയ്യുമ്പോഴേ എന്താ വരിക? 1 2 6 7 8 9 10 11 12 13 എല്ലായിടത്തും 1 എഴുതി. ഈ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ 1 എഴുതി കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ദേ ഈ 4 1നെ ഒരു ക്വാഡായിട്ട് എടുത്തു. ഓക്കെ, ഇനി ഈ 4 1നെയും ഒരു ക്വാഡാക്കി എടുത്തു. ക്വാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 1കൾ വരുമ്പോൾ നമുക്ക് ക്വാഡ് ആക്കാൻ പറ്റും. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒറ്റ ടേം ആക്കി എടുക്കാൻ പറ്റും. അതായത് 2 ലിറ്ററൽസ് ഉള്ള ഒരു ടേം ആക്കി എടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് വരികയെന്ന്. ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണ്? അപ്പോൾ 2 ക്വാഡുകൾ കിട്ടിയിട്ടോ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ 4 എണ്ണം ഒരുമിച്ച് സ്ക്വയർ പോലെ വരുന്നതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇവിടെ A കോമൺ ആണ് അല്ലേ? A. അപ്പോൾ A ഇൻറ്റു ഇവിടെ എന്താ കോമൺ ആയിട്ടുള്ളത്? C ബാറാണ്. A ഇൻറ്റു C ബാർ. കണ്ടോ, Aയും C ബാറും അങ്ങനെ 2 വേരിയബിൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടുത്തെ 4 എണ്ണത്തിന്, ഈ 4 എണ്ണത്തിനെ എങ്ങനെ എടുക്കാം? A ഇൻറ്റു B ബാർ ആണത് അല്ലേ? A ഇൻറ്റു B ബാർ ആണത്. ഇനി അടുത്തത് ദേ ഇവിടെ ഇത് 2 എണ്ണത്തിനെ ഒരു പെയറായിട്ട് എടുക്കാം. ഈ പെയറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇവിടെ A ബാർ Bയും വരുന്നുണ്ട്. കണ്ടോ, ഈ A ബാർ B വരുന്നുണ്ട്, പ്ലസ് എന്തും കൂടെ വരും? A ബാർ Bയും കൂടെ എന്ത് വരും? Cയും കൂടെ വരും. ഓക്കെ, അപ്പോൾ Cയും കൂടെ വരും. A ബാർ B ഇൻറ്റു C എന്ന് വരും. ഇനി ഇത് 2 എണ്ണം
ഓക്കെ, അതായത് കെ മാപ്പ് എന്ന് പറഞ്ഞാൽ അത് മാപ്പ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും അടുത്തടുത്ത് വരുമല്ലോ. അപ്പോൾ ഇതിനെന്ത് വിളിക്കാം? സി ഡി ബാർ എന്നും വിളിക്കാം. അത് കൂടാതെ അവിടെ ബി ബാറും കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബി ബാർ സി ഡി ബാർ. ഓക്കെ, അടുത്തത് ഇവിടെ ഇത് രണ്ടെണ്ണം കൂടെ വരുന്നുണ്ട്. ഇതിനെന്ത് വിളിക്കാം? സി ബാർ ഡി എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ബി ബാർ തന്നെയാണ്. അപ്പോൾ ബി ബാർ സി ബാർ ഡി. ഇനി ഓരോ ടേമുകളും നോക്കൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എ ബി ബാർ എഴുതിയിട്ടുണ്ട്, പ്ലസ് എ സി ബാർ ഉണ്ട്, പ്ലസ് എ ബാർ ബി സി ഉണ്ട്, പ്ലസ് സി ബാർ ഡി ബി ബാർ ഉണ്ട്, പ്ലസ് സി ഡി ബാർ ബി ബാർ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇത് ബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സിനെയും ഡിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. എ അല്ലെങ്കിൽ എ ബാറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബിയും ബി ബാറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സിയും സി ബാറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഡിനെയും ഡി ബാറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വേരിയബിൾസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്ത് പറയാം? ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഓൾ വേരിയബിൾസ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് ഇതങ്ങോട്ട് എഴുതാൻ പറ്റണം കേട്ടോ. അതായത് നമുക്ക് ഈ കെ മാപ്പ് വരച്ചിട്ട് ഇത് എഴുതാൻ പറ്റണം. ഓക്കെ, എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ഇത് എഴുതാൻ പറ്റണം. 0 0 0 0 0 ഇവിടെ 0 1ഉം 1 1ഉം 1 0യും 0 1ഉം 1 1ഉം 1 0യും. ഓക്കെ, അതായത് 1ലും ഉണ്ട് 2ലും ഉണ്ട്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വരും? 0 0 0 1 കണ്ടോ. അപ്പോൾ ഇവിടെ വന്നു. പിന്നെ 0 0 1 0ലും ഉണ്ട്, ഇവിടെയും വന്നു. ഓക്കെ, 1ഉം 2 റെപ്രസെൻറ്റ് ചെയ്തു. ഇനി 6ഉം 7ഉം 8ഉം 9ഉം നമുക്ക് നോക്കി നോക്കാം. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0 1 1 0 അല്ലേ. 0 ഉണ്ട് 1 ഉണ്ട്, 0 1 1 0. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 0 1 1 1 8ഓ 0 അല്ല 1 0 0 0 അല്ലേ. അപ്പോൾ 1 ഉണ്ട് 0 0 0. ഓക്കെ, 1 0 0 0. ഓക്കെ, ഇവിടെയാണ്. ഇനി അടുത്തത് 9 എന്ന് പറയുന്നത് 1 0 0 1. 10 എന്ന് പറയുന്നത് 1 0 1 0. 11 എന്ന് പറയുന്നത് 1 0 1 1. ഓക്കെ, പിന്നെ 12ഉം 13ഉം. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരിക. അപ്പോൾ പെട്ടെന്ന് അത് നമുക്ക് എഴുതാൻ പറ്റണം. പെട്ടെന്ന് എഴുതാൻ പറ്റണില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമ്മളങ്ങ് വേഗം 0 0 0 0 0 0 0 1 അതങ്ങ് എഴുതി നോക്കുക. എന്നിട്ട് വേഗം കെ മാപ്പിലേക്കൊന്ന് ഇടാൻ നോക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് കിട്ടുള്ളൂ. അല്ലാണ്ട് എക്സ്പ്രഷൻസ് ഒന്നും എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കിട്ടില്ല. കെ മാപ്പ് വെച്ച് സിംപ്ലിഫൈ എന്നാണ് ഏറ്റവും ബെറ്റർ മെത്തേഡ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The clock signal in synchronous counter is simultaneously applied to the clock inputs of. ഈ സിങ്ക്രണസ് കൗണ്ടറിൻ്റെ ക്ലോക്ക് സിഗ്നൽ എല്ലാത്തിലും ഒരുമിച്ചാണ് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ടു ഓൾ ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നാണ് ഉത്തരം. അപ്പോൾ ക്ലോക്ക് സിഗ്നൽ ഇൻ സിങ്ക്രണസ് കൗണ്ടറിൽ കുറേ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോൾ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. ഫ്ലിപ്പ് ഫ്ലോപ്പ് 1, ഫ്ലിപ്പ് ഫ്ലോപ്പ് 2, ഫ്ലിപ്പ് ഫ്ലോപ്പ് 3 എന്ന് പറഞ്ഞിട്ട് 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ക്ലോക്ക് കൊടുക്കുക? ഒരു കോമൺ ആയിട്ടുള്ള ക്ലോക്കിൻ്റെ റെയിൽ ഉണ്ടാവും. അവിടെ നിന്ന് 3 എണ്ണത്തിലും കോമൺ ആയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻ സിങ്ക്രണസ് കൗണ്ടർ അല്ലെങ്കിൽ ഒരു പാരലൽ കൗണ്ടർ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ക്ലോക്ക് ഇസ് simultaneously applied to the clock inputs of all the flip flops. ഓക്കെ, അതാണ് അവിടെ ഉത്തരം. അടുത്ത ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. മിനിമൈസേഷൻ യൂസിങ് കെ മാപ്പ് മേ നോട്ട് പ്രൊവൈഡ് യുണീക്ക് സൊല്യൂഷൻ. ശരിയാണ്, കെ മാപ്പ് ഉപയോഗിച്ചിട്ട് യുണീക്ക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നില്ല. ഓക്കെ, കാരണം കെ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഒന്നും കൂടെയൊക്കെ ചെറുതാക്കാൻ പറ്റും. പിന്നെ യുണീക്കായിട്ടുള്ള സൊല്യൂഷൻ ആവണം എന്നില്ല. 1-2 സൊല്യൂഷൻസ് ഒക്കെ ചിലപ്പോൾ വരാം. ഇനി അടുത്തത്, റിഡൻഡന്റ് ഗ്രൂപ്പിംഗ് ഇൻ കെ മാപ്പ് മേ റിസൾട്ട് ഇൻ നോൺ മിനിമൈസ്ഡ് സൊല്യൂഷൻ. അതും ശരിയാണ്. റിഡൻഡന്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ നോൺ മിനിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ ഒന്ന് നോക്കി നോക്കിയേ, ഇങ്ങനത്തെ ഒരു എണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം കേട്ടോ. ഇങ്ങനത്തെ ഒരു ഇതാണ്. ഇപ്പോൾ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, 0 0 1 ഉണ്ട്, 0 0 0 1 1 1 1 0 ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു 3 ഇങ്ങനെ 4 ഒന്നുകൾ വന്നു എന്ന് വിചാരിക്കാം. ഇതെങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാം? ഇത് ആക്ച്വലി ഇതും ഗ്രൂപ്പ് ചെയ്തു, ഇതും ഗ്രൂപ്പ് ചെയ്തു, എല്ലാ വണ്ണുകളും ഗ്രൂപ്പ് ചെയ്തില്ലേ? പക്ഷേ ഇതിപ്പോൾ എല്ലാ വണ്ണുകളും എല്ലാ ഗ്രൂപ്പുകളുമായോ? ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പും കൂടെ കൊടുത്തൂടെ? ഇത് ആക്ച്വലി റിഡൻഡൻ്റ് ആണ്. ഇതും കൂടെ വരുന്നതോടുകൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ മിനിമൈസ്ഡ് ആവില്ല.
ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറ്റുക, അവിടെ നോൺ മിനിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് റിഡൻഡൻറ്റ് ഗ്രൂപ്പിംഗ് ആണ്. ഓക്കെ, വെറുതെ റിപ്പീറ്റ് ചെയ്ത് വന്നതിന് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തതാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ ഇംപ്ലിക്കൻസ് ആണേ, പ്രൈം ഇംപ്ലിക്കൻസ് ആണ്. എസെൻഷ്യൽ പ്രൈം ഇംപ്ലിക്കൻ്റ് അല്ല എന്ന് മാത്രം. അപ്പോൾ പ്രൈം ഇംപ്ലിക്കൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ പിടിച്ച് ഗ്രൂപ്പ് ചെയ്തപ്പോൾ ഇതും ഒരു ഗ്രൂപ്പാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെയും കൂടെ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇത് നോൺ മിനിമൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ് തരുന്നത്. ഇനി don't care states if used in K-map for minimization the minimal solution is not obtained എന്ന് അത് പറയാൻ പറ്റുമൊന്നുമില്ല നമുക്ക്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ don't care state, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഇതൊരു don't care state ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ രണ്ടെണ്ണത്തിന് ഗ്രൂപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് don't care ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരെണ്ണത്തിന് ഗ്രൂപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്കിവിടെ ഈ don't careഉം കൂടെ കൂട്ടി ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ചെറിയ ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഇതാണ് കിട്ടാൻ പോകുന്നത്, മിനിമൽ സൊല്യൂഷൻ ആണ് കിട്ടാൻ പോകുന്നത്. ആ ഡോണ്ട് കെയർ ഇല്ലെങ്കിലോ, ഇപ്പം നമുക്ക് നോക്കാം, ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, സി ഉണ്ട് കേട്ടോ. ഇത് 0ഉം 1ഉം ആണ്. 0 0 0 1 1 1 1 0. ഓക്കെ, അപ്പോൾ 2 3 4 ഓക്കെ 4 ഉള്ളേ, ഇതില്ല, ഈ ഭാഗമില്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക, ഇപ്പോൾ ഡോണ്ട് കെയർ ഉണ്ട്, ഡോണ്ട് കെയറോട് കൂടി ഞാൻ ഇതൊരു ഗ്രൂപ്പ് വരുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക, ഇവിടെ നമുക്ക് വരാൻ പോകുന്നത് ബിയും സിയും കൂടെ വരും അല്ലേ. ഈ ഇതിൻ്റെ പേരെന്താണ്, ബി ഇൻറ്റു സി എന്നാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ബി ഇൻറ്റു സി വന്നു, പ്ലസ് ഇവിടെ എന്താണ് വരിക, ഇവിടെ എയും ഉണ്ട് ബി ബാറും ഉണ്ട്, എ ഇൻറ്റു ബി ബാറിനും കൂടെ വരും. ഓക്കെ, അപ്പോൾ എ ബി ബാർ പ്ലസ് ബി സി എന്ന് വന്നു. ഇനിയിപ്പോൾ ഈ രണ്ടെണ്ണം അല്ല ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നത്, ഇതേ സംഭവം തന്നെ ഞാൻ പിടിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് 1 1 ഇവിടെയും വന്നു, 1 ഡി ഇങ്ങനെയും വന്നില്ലേ, ഈ 1നെ ഒറ്റയ്ക്ക് എടുത്തു ഞാൻ, എന്നിട്ട് ഈ രണ്ട് 1ഉം 1ഉം കൂടെ ഒരുമിച്ച് കൊടുത്തു. അപ്പോൾ എന്താണ് എനിക്ക് സംഭവിക്കുക, അവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 0 0 1 1 1 1 0 ഇടുമ്പോൾ എനിക്ക് എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എ ബി ബാർ എന്ന് തന്നെ വരുവേ. പക്ഷെ ഇതിനെന്താ വരാൻ പോകുന്നത്, എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് വരും. ഓക്കെ, അപ്പോൾ എ ബി ബാർ പ്ലസ് എ ഇൻറ്റു ബി ഇൻറ്റു സി എന്ന് വരും. മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്, അതൊരു പ്രശ്നമല്ലേ, എ ഇൻറ്റു ബി ഇൻറ്റു സി എന്നും കൂടെ വന്നു കഴിഞ്ഞാൽ അതൊരു ആവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നില്ലേ. എ ഇവിടെ സത്യം പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മിനിമൽ സൊല്യൂഷൻ കിട്ടുന്നില്ല. ഡോണ്ട് കെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ മിനിമൽ സൊല്യൂഷൻ കിട്ടിയത്. അപ്പോൾ ഇതങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അതായത് ഡോണ്ട് കെയർ സ്റ്റേറ്റ്സ് ഇഫ് യൂസ്ഡ് ഇൻ K-map ഫോർ മിനിമൈസേഷൻ ദ മിനിമൽ സൊല്യൂഷൻ ഈസ് നോട്ട് ഒബ്റ്റെയിൻഡ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളൂ. അപ്പോൾ 1ഉം 2ഉം മാത്രമാണ് കണ്ടോ, ഡിയിൽ 1ഉം 2ഉം മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇതുവരെ ചെയ്തതിൽ നമുക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, അല്ലെങ്കിൽ നേരിട്ട് ഇതിൽ ചോദിക്കാം കേട്ടോ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിക്കാം. താങ്ക്